ഇന്ന് ചോറിനൊപ്പവും നെയ്ച്ചോറിനൊപ്പവും പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അങ്ങ് ഹൈദരാബാദിൽ നിന്നുള്ള ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. നല്ല ക്രീമിയും റിച്ച് ടേസ്റ്റും ഉള്ള ഈ ചിക്കൻ കറി ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും നമുക്ക് ഉണ്ടാക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ ഹോം ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അതൊരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് കശുവണ്ടി, 15 ബദാം, 1/2 കപ്പ് ചിരകിയ തേങ്ങ, 225 ഗ്രാം യോഗേർട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇവയെല്ലാം ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അതിനുശേഷം 1 കിലോ ചിക്കൻ ഞാനിവിടെ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ചിക്കനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, 1/2 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 3 പച്ചമുളക് അരിഞ്ഞത്, ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു വലിയ തക്കാളി അരച്ചെടുത്തിട്ടുണ്ട്, അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി അരച്ചെടുക്കണം കേട്ടോ. നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള കാഷ്യൂ ആൽമണ്ടിൻ്റെ മിക്സ്, ചെറുതായി വറുത്തെടുത്ത ഒരു സവാള ചേർത്ത് കൊടുക്കുക, കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുള്ള പുതിനയില, അവസാനമായിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇവയെല്ലാം കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാം. മൂടി വെച്ചിട്ട് മാരിനേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ 2 മണിക്കൂറാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. മീഡിയം മുതൽ ഹൈ ഫ്ലെയിമിൽ ഏകദേശം 7 മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഏഴ് മിനിറ്റിന് ശേഷം പിന്നീട് അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി മൂടി വെച്ച് 30 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കാൻ മറക്കരുത്. അവസാനമായി കുറച്ച് മല്ലിയില ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അവസാനമായിട്ട് നമുക്ക് ഫ്രഷ് ക്രീം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ സൂപ്പർ ക്രീമി ആയിട്ടുള്ള ഹൈദരാബാദി ഷാദി വാല ചിക്കൻ റെഡിയാണ്. പേര് അടിപൊളിയാണല്ലേ. അപ്പോൾ നല്ല ചോറിനും നെയ്ച്ചോറിനും പൊറോട്ടയ്ക്കൊക്കെ എന്തിൻ്റെ കൂടെയും ഇത് സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയാൽ ഇനിയുണ്ടെന്ന് കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും നിങ്ങളുടെ കമൻറ്റ്സ് കാണാൻ വേണ്ടിയിട്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.